വെച്ച് തന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് ആര്യയുടെ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തു തന്നു. അതുകൂടാതെ ഒരു 3 ലക്ഷം രൂപയുടെ ഏപ്രിൽ 17-ാം തീയതി ഡേറ്റ് ഇട്ട 2023 ഏപ്രിൽ 17-ാം തീയതി ഡേറ്റ് ഇട്ട ഒരു 3 ലക്ഷം രൂപയുടെ ചെക്ക് തന്നു. ഈ 3 ലക്ഷം രൂപയുടെ ചെക്ക് മാറാനായിട്ട് ഏപ്രിൽ 17-ാം തീയതി മുതൽ ഞാൻ പലതവണ ബാങ്കിൽ പോയി. ഫെഡറൽ ബാങ്കിൽ എൻ്റെ സെയിം എനിക്ക് അക്കൗണ്ട് ആ ബാങ്കിൽ തന്നെ ഉള്ളതുകൊണ്ട് പലതവണ ഞാൻ പോയി. പക്ഷേ അവിടുന്ന് എമൗണ്ട് ഇല്ലാതുകൊണ്ട് ആരും ആ സമയം മുതൽ എനിക്ക് ചെക്ക് തന്നുകൊണ്ട് വേറെ അക്കൗണ്ടാണ് യൂസ് ചെയ്യുന്നത്. അത് 1 രൂപ പോലും വേറൊരു കംപ്ലൈൻറ്റ് വീണ്ടും പൂച്ചാക്കൽ സ്റ്റേഷനിൽ കൊടുത്തു. അതിനും നടപടി വന്നില്ല. വീണ്ടും 2023 ജനുവരി 10-ാം തീയതി ആലപ്പുഴ SP കംപ്ലൈൻറ്റ് കൊടുത്തു. അതിനുശേഷം എൻ്റെ ഒരു സീരിയൽ താരം ആര്യ എന്ന നടിക്കെതിരെ പരാതിയുമായി ഒരു യുവാവ് രംഗത്തെത്തിയിരിക്കുകയാണ്. ആര്യ വിവാഹ വാഗ്ദാനം നൽകി 35 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തുവെന്നാണ് പരാതി. ചേർത്തല പോലീസിലാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ചേർത്തല പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള രഞ്ജിത്ത് കൃഷ്ണനാണ് ഈ പരാതിക്കാരൻ. രഞ്ജിത്ത് നമ്മളൊപ്പം ചെയ്യുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് രഞ്ജിത്ത് പറയും. രഞ്ജിത്തിന്റെ മുഖം ബ്ലർ ചെയ്ത് കാണിക്കുകയാണ്. അദ്ദേഹത്തിന് ചില ബിസിനസ്സുകൾ ഉള്ളതുകൊണ്ട് അതിന്റെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മുഖം ഒന്ന് ബ്ലർ ചെയ്യുകയാണ്. രഞ്ജിത്ത്, എന്താണ് സംഭവിച്ചത്? എന്താണ് ഈ പരാതിക്ക് അടിസ്ഥാനം എന്ന് വെച്ചാൽ ആരെയും ഞാനുമായിട്ട് 2017 മുതൽ 2023 വരെ പ്രണയത്തിലായിരുന്നു. ഞങ്ങളുടെ വിവാഹം ഉറപ്പിച്ചിട്ടുള്ളായിരുന്നു. ഈ കാലയളവിൽ ഞങ്ങൾ ഒരു ഫാമിലി പോലെ ജീവിച്ചിരുന്നതായിരുന്നു. അതിനുശേഷം ഇപ്പോൾ പൈസ അവരുടെ വീട് പണിയുടെ ആവശ്യത്തിനും അവരുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനും ഫാമിലി എക്സ്പെൻസിനായിട്ട് ഏകദേശം 35 ലക്ഷത്തോളം രൂപ എന്നെ നിന്ന് തിരിച്ചു തരാമെന്നുള്ള ഇതിലും അല്ലാതെയുമായിട്ട് 35 ലക്ഷത്തോളം രൂപ കൈപ്പറ്റി. അതിനുശേഷം ഞാനുമായിട്ട് പിരിഞ്ഞതിന് ശേഷം ഇവർ പലതവണ ഇവർ തിരിച്ചു തരാൻ പല ഡേറ്റുകൾ പറയും. അങ്ങനെ ഡിലേ ആക്കി കൊണ്ടുവന്നിട്ടും തന്നിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ 2022 നവംബർ 26-ാം തീയതി പൂച്ചാക്കൽ സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 2022 നവംബർ 26-ാം തീയതി. അതിനുശേഷം അതിനും നടപടിയായില്ല. അതിനുശേഷം നവംബർ 29-ന് വേറൊരു കംപ്ലയിൻറ്റ് വീണ്ടും പൂച്ചാക്കൽ സ്റ്റേഷനിൽ കൊടുത്തു. അതിനും നടപടി വന്നില്ല. വീണ്ടും 2023 ജനുവരി 10-ാം തീയതി ആലപ്പുഴ SP കംപ്ലയിൻറ്റ് കൊടുത്തു. അതിനുശേഷം എൻ്റെ ഒരു സ്കൂട്ടർ ആരും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ആ സ്കൂട്ടർ 15-ാം തീയതി 2023 ജനുവരി 15-ാം തീയതി എനിക്ക് പോലീസ് സ്റ്റേഷൻ തന്നെ വിട്ടു തന്നു. പൈസയുടെ കാര്യത്തിൽ അന്നേരം ഒരു തീരുമാനം ഉണ്ടായില്ല. അപ്പോൾ കോടതി മുഖാന്തരം പോകാനാണ് പോലീസ് സ്റ്റേഷനിൽ എനിക്ക് കിട്ടിയത് മറുപടി. ഞാനൊരു 1-2 മാസം വെയിറ്റ് ചെയ്തു. അപ്പോൾ 2023 മാർച്ച് 15-ാം തീയതി തന്നെ പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൺടാക്ട് ചെയ്തു. 16-ാം തീയതി സ്റ്റേഷനിൽ വരാമെന്ന് പറഞ്ഞു. ആരെയും വന്നു, അച്ഛനും വന്നു. അതിനുശേഷം 2023 മാർച്ച് 16 എന്നിട്ട് ആര്യ വന്ന് പറയുന്ന ന്യായീകരണം എന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ അങ്ങനെ കണ്ടിട്ടില്ല, ഞങ്ങൾ തങ്ങളിലുള്ള ഒരു ഫോട്ടോ നിങ്ങൾ കാണിക്കൂ, ഒരു വോയിസ് റെക്കോർഡ് കാണിക്കൂ, ഇതൊക്കെയാണ് വെല്ലുവിളിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട് ചാറ്റ് ചെയ്യുമായിരുന്നു, സ്ഥിരം ചാറ്റിംഗ് ഉണ്ടായിരുന്നതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇവരതൊന്നും അംഗീകരിക്കുന്നില്ല. ഇവർ ബുദ്ധിപരമായിട്ട് നിന്ന് ഇവരെ സംബന്ധിച്ച് അദ്ദേഹം ഒരു വയസ്സായ മനുഷ്യൻ, 40 വയസ്സുണ്ട്. അപ്പം നൈസായിട്ടൊരു രീതിയിൽ നിന്ന് പൈസ പറ്റിച്ചു. പൈസ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. നേരെ മറിച്ച് ഇതൊരു ആൺകുട്ടിയാണ് ചെയ്തെങ്കിൽ ഇതെന്താ അവസ്ഥ, എന്ത് വലിയ കേസായി മാറി. ഇപ്പോൾ പെൺകുട്ടികൾക്ക് എന്തോ ആവും എന്ന ഒരു അവസ്ഥയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആര്യ അനിൽ, സീരിയൽ താരം ആര്യ അനിൽ വിവാഹ വാഗ്ദാനം നൽകി പൈസ തട്ടിച്ചു. അത് പൈസ എന്ന് പറയുന്ന നിസ്സാര പൈസയല്ല, 35 ലക്ഷം രൂപയാണ്. ആര്യയെ സംബന്ധിച്ച് ആര്യ വളരെ ഒരു സാധാ കുടുംബം എന്ന് പറയാം. വിദ്യാഭ്യാസം ചെയ്തതും ലോണിലായിരുന്നു. അപ്പം ആ ഒരു ലോണുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇദ്ദേഹവുമായി പരിചയപ്പെടുന്നത്. അദ്ദേഹം ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു, അതൊരു സുഹൃത്ത് ബന്ധമാകുന്നു, പിന്നീട് ചാറ്റിംഗ് ആകുന്നു. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയ സഹായം. അദ്ദേഹം പറയുന്നുണ്ട് ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച സമയത്തിനുള്ള ചിലവുകൾ, അവിടുത്തെ ചിലവുകൾ, എല്ലാ കാര്യവും ആ കുട്ടിയുടെ ചിലവെല്ലാം ഇദ്ദേഹമാണ് നോക്കിക്കൊണ്ടിരുന്നതെന്ന് പറയുന്നു. ആര്യയുടെ അച്ഛൻ അങ്ങനെ കുറച്ച് നാളിങ്ങനെ ചിലവ് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ ഒരു പ്രതീക്ഷ നൽകുന്നു ഇദ്ദേഹത്തിന്, മകളെ കെട്ടിച്ച് കൊടുക്കാം എന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിന് കൊടുക്കുന്നു. പക്ഷെ അദ്ദേഹം കൊടുത്ത ഓരോ പൈസയ്ക്കും അദ്ദേഹത്തിൻ്റെ കയ്യിൽ തെളിവുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ വിജയം. അദ്ദേഹം ഈ കേസ് ജയിക്കുമെന്ന് പറയുന്നത് ഫുള്ള് കൊടുത്ത പൈസയ്ക്കും തെളിവുണ്ട്. പിന്നീട് ഒരു ലാപ്ടോപ്പ് വേണം, അങ്ങനെ ലോണിൽ അത് സംഘടിപ്പിച്ച് കൊടുക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഷെഡ് പോലൊരു വീട്ടിലാണ് താമസിക്കുന്നത്. പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ആര്യയ്ക്ക് ആ വീട്ടിലേക്ക് തിരിച്ചു വരാൻ നാണക്കേടാന്ന് പറഞ്ഞു. അങ്ങനെ വീട് വെച്ച് കൊടുക്കുന്നു. 35 ലക്ഷം രൂപ, അതാണ് കണക്ക്. വീട് വെക്കാനെടുത്ത പൈസയാണ്. അപ്പോൾ അതും റെഡിയാക്കി കൊടുക്കുന്നു. ഇതെല്ലാം കാര്യം കണ്ടു കഴിഞ്ഞപ്പോൾ നൈസായിട്ട് ഈ വ്യക്തി അങ്ങ് തേച്ചു. കാര്യം എന്തുവാ, പാലം കടക്കുന്നവരെ നാരായണ, പാലം കടക്കുമ്പോൾ പുരായണ എന്ന് പറഞ്ഞാൽ ഒരു പരിപാടി ചെയ്തു. പിന്നെ അപ്പോൾ എല്ലാവരും പറയുന്നു, ടിക്ടോക്കിലൊക്കെ കൊച്ചു പറഞ്ഞതാണ് ഇന്ന ക്യാമറമാനുമായിട്ട് സ്നേഹമാണെന്നും വിവാഹം നിശ്ചയം നടത്തി. അതൊക്കെ ഒരു സൈഡിൽ അങ്ങനെ കിടന്നെങ്കിൽ ഇവരുടെ അച്ഛനല്ലേ വാഗ്ദാനം കൊടുക്കുന്നത് മോളെ കെട്ടിച്ച് കൊടുക്കാം എന്നുള്ളത്. അപ്പോൾ അച്ഛൻ പറയുന്നത് ഒരു പക്ഷേ ഇങ്ങനെ ഒരു ആലോചന, അത് വെറുതെ ഇങ്ങനെ പോസ്റ്റ് ഇട്ടുന്ന എന്തെങ്കിലും ഒരു തട്ടിപ്പ് പറഞ്ഞു കാണും. എന്തായാലും ഫുള്ള് ഉടായ്പാണ്. ഇവർ മൊത്തത്തിൽ ലോൺ, ആ കുട്ടി തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അച്ഛന് ലോണാണ് എന്നും പറയുന്നുണ്ട്. ഒരു പൈസയും കയ്യിലില്ല. മൊത്തത്തിൽ ഈ കാണിച്ച ഷോ മൊത്തം ലോണിൻ്റെ പുറത്തുള്ള ഷോയാണ്. അത് ഏകദേശം ആളുകൾക്ക് മനസ്സിലാവുകയും ചെയ്തു. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ കല്യാണവും കഴിഞ്ഞിട്ട് വന്ന് ഞാനൊന്നും പറഞ്ഞില്ലേ, ഞാൻ സ്പോൺസറായിട്ടാണ് കണ്ടത്, സ്പോൺസറായിട്ട് കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൈസ കൈപ്പറ്റി എന്നുള്ളത് സത്യമാണ്. ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും രൂപ കൈപ്പറ്റിയിട്ട് മനസ്സിലായില്ലേ. അപ്പോൾ അദ്ദേഹം കേസ് കൊടുത്തത് അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ കയ്യിൽ എല്ലാത്തിനും വ്യക്തമായ പ്രൂവ് ഉണ്ട്, ഞാൻ കേസ് ജയിക്കും. പിന്നീട് കമൻസിൽ ഒരുപാട് പേര് ആര്യയെ ന്യായീകരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്. ആദ്യമേ ടിക്ടോക്ക് ചെയ്യുന്ന സമയത്തിന് ആര്യ പറഞ്ഞിരുന്നല്ലോ ഇങ്ങനൊരു പ്രണയമുണ്ടെന്നും വിവാഹം ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണെന്നും ഒക്കെ പറഞ്ഞല്ലോ എന്ന്. അതൊരു സൈഡിൽ പറഞ്ഞു എന്നുള്ളത് സത്യം തന്നെ. പക്ഷേ ഇവിടെ വിവാഹ വാഗ്ദാനം നൽകുന്നത് അച്ഛനാണ്, കുട്ടിയുടെ അച്ഛനാണ്. അപ്പം ഒരു കുട്ടിയുടെ അച്ഛൻ അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം വിശ്വസിച്ച് പോയി, ഈ കുട്ടിയുടെ സൗന്ദര്യം കൊണ്ട് ഭ്രമിച്ചു പോയി. ഇതൊക്കെ സത്യം തന്നെയാണ്. ആര്യയെ സംബന്ധിച്ച് അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവരുടെ വീഡിയോസ് വൈറലായി ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് പോകുമെന്ന് കണ്ടപ്പോഴത്തേക്ക്
അപ്പം ആവശ്യം പൈസയായിരുന്നു. ഇപ്പോൾ ഒരു സീരിയലിൽ പോലും ഇപ്പോൾ സെലക്ഷൻ കിട്ടണം, ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഒന്നിൽ പൈസ കൊടുക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പം ഇദ്ദേഹത്തിൽ നിന്ന് പറ്റിച്ച് ഒരുപക്ഷെ കുറച്ച് പൈസ സീരിയലിൽ ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടാവാം. അങ്ങനെ ഇവരെ സംബന്ധിച്ച് ഇവരുടെ കയ്യിൽ ഒരു രൂപയും ഇല്ല, പക്ഷേ മൊത്തം ലോണിൽ ഒരു ചീട്ട് കൊട്ടാരം കെട്ടിപ്പൊക്കി എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് സത്യം. പക്ഷേ സത്യം വെളിയിൽ വന്നപ്പോഴത്തേക്ക് അത് അംഗീകരിക്കാനുള്ള ഈവൻ ആര്യ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്കൂട്ടർ പോലും ഇദ്ദേഹത്തിൻ്റെയാണെന്ന് പറയുന്നുണ്ട്. അപ്പം മൊത്തത്തിലൊരു ഉടായ്പ സെറ്റപ്പാണ്. കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ ആര്യയുടെ അച്ഛൻ മകളെ കാണിച്ച് പിന്നെ എന്താണ് പറയുക, തെറ്റിദ്ധരിപ്പിച്ച് പൈസ പറ്റിച്ചു. അച്ഛനും മകളും ചേർന്ന് നല്ല രീതിയിൽ ഒരു തട്ടിപ്പ് നടത്തി. ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. എന്തായാലും സത്യം ജയിക്കട്ടെ.